ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ഈ ബിൽഡിങ്ങിലേക്ക് വരും. ഇവിടെയാണ് ഇന്ന് പരീക്ഷ ഉള്ളത്. പരീക്ഷയെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ വെച്ച് എന്തൊക്കെയോ കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയില്ലെങ്കിലും അറിയുന്നത് പോലെ നല്ലൊരു പരിധി വരെ പാസ്സാകുമെന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. ഒരു ഓവർ കോൺഫിഡൻസ് ആവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. റിപ്രോയിൽ പോകുന്നുണ്ടോ? റിപ്രോയിൽ പോകുന്നുണ്ടോ? എന്തായാലും ആവട്ടെ. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിന് പോകണം. ഇവിടെ ഇപ്പോൾ വേറെ ഏത് പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. അതാത് ക്ലാസ്സുകൾ അതാത് സമയത്ത് നടക്കും. അൺലെസ് എക്സാം സീസൺ തുടങ്ങാത്തടത്തോളം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൊളോക്കിയംസ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സെമസ്റ്റർ പരീക്ഷ, ഇയർ പരീക്ഷ വരുമ്പോൾ ഈ പറയുന്ന ഇടയ്ക്കുള്ള ക്ലാസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സബ്ജക്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്ന സെമസ്റ്റർ പരീക്ഷയാണ്. നമ്മൾ കുറേ പരീക്ഷ ഒരു സമയത്ത് എഴുതരുതല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി തിരിച്ചും കുഴഞ്ഞു നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കാലത്തൊരു ക്ലാസ് ഉണ്ട്, ആൻഡ്രോളജി. അത് വലിയ പ്രശ്നമുള്ള ക്ലാസ് അല്ല. അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പോകണം. അത് പോയി കഴിഞ്ഞിട്ടാണ് പിന്നത്തെ പരിപാടികൾ. ക്ലാസ്സിന് പോകുന്നത് ഞാൻ പഠിക്കാനായിട്ടാണ്. ആദ്യം പോകണ്ടെന്ന് വെച്ചു, പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ആ ക്ലാസ് വലിയ പ്രശ്നമുള്ളതല്ല. അടുത്ത ആഴ്ചയിൽ ലീവ് എടുക്കാമല്ലോ. അപ്പോൾ ആ ക്ലാസ്സിന് ആദ്യം പോകുന്നു. ആ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് നമുക്ക് ഷെഡ്യൂളിൽ പറഞ്ഞേക്കുന്നത് പട്ടീനെ കുറിച്ചിട്ടുണ്ട്, അതായത് ഡോഗ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഈ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങുകളാണ്. ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതായത് ഒരെണ്ണം ഡയഗ്നോസ്റ്റിക്സിന്, ഒരെണ്ണം ഫാർമക്കോളജിക്ക്, ഒരെണ്ണം സർജറിക്ക്, ഒരെണ്ണം റീപ്രൊഡക്ഷന്, ഒരെണ്ണം ഹൈജീന്, അങ്ങനെ കിടക്കുകയാണ്. വലിയൊരു പ്ലോട്ടിൽ ആണ് ഈ കിടക്കുന്ന മൊത്തം. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ക്ലാസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ഡോഗ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച എപ്പോഴും ഇതിൻ്റെ ലെക്ചർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആഴ്ച പ്രാക്ടിക്കൽ പറഞ്ഞിരുന്നു, അപ്പോൾ അതൊന്ന് ചെയ്തു. ഡോഗ്സിലെ പരിപാടികൾ, ആൻഡ്രോളജി. ഇനിയിപ്പോൾ 2 ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പരീക്ഷ വരും എന്നാണ് ഇന്ന് പറഞ്ഞേക്കണം. അത് എന്താണെന്ന് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഇനി അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇത്തിരി ഡെമോക്രാറ്റിക് ആയിട്ട് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ് തീരുമാനിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ മിക്ക പരീക്ഷയും തീരുമാനിക്കണേ. അപ്പോൾ ഓരോരുത്തരെ ഗ്രൂപ്പുകളും കാര്യങ്ങളല്ലോ, അവരൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പൊക്കെ എങ്ങനെയൊക്കെയോ വോട്ടൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷ വരും. അപ്പോൾ അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് 10 മിനിറ്റിൽ പരീക്ഷ തുടങ്ങും. പരീക്ഷയ്ക്ക് പോകണം. ഈ ക്ലാസ്സിൽ മൊത്തം ഇരുന്ന് പഠിക്കായിരുന്നു. ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. വലിയ പ്രതീക്ഷ പാസ്സാവുന്നതാണ്. കാരണം മുന്നത്തെ വർഷക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പാസ്സാവാനുള്ളത് കയ്യിൽ നിന്ന് തന്നെ ഇട്ടായാലും പാസ്സാവാനുള്ളത് ക്വസ്റ്റ്യൻസ് ഇട്ട് തരും എന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഈശ്വര, അയാളുടെ മനസ്സൊന്നും മാറല്ലേ എന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് പരീക്ഷ എഴുതാൻ പോവാം. ഇവിടെ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കാനുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പരീക്ഷയ്ക്ക് പോകാം, പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരീക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാം. പരീക്ഷ എഴുതുന്നതിന് മുന്നേ പരീക്ഷ അങ്ങനെയായിരിക്കും എന്നല്ലേ പറയാൻ പറ്റൂ. അതെ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? ചെറിയൊരു പേടിയുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 30 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരുന്നു. നമ്മൾ ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ചില്ല. കുറച്ച് പാസ് ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഒന്ന് വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന രീതിയിലാണെങ്കിൽ കിട്ടും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 98% ഞാൻ പാസ്സാകേണ്ടതാണ്. പിന്നെ ഇവിടെയുള്ള പ്രൊഫസർമാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരേ ചോദ്യത്തിന് തന്നെ 2 ശരി ഉത്തരവിടും. എന്നിട്ട് കൂടുതൽ ആപ്റ്റായിട്ടുള്ള സാധനം ടിക്കറ്റോളം പറയും. അതൊരു വൃത്തിയുടെ പ്രവണതയാണെങ്കിലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ അയാൾ 2 കൂട്ടർക്ക് മാർക്ക് കൊടുക്കുമായിരിക്കും, അറിയാൻ പാടില്ല. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പാസ്സാകേണ്ടതാണ്. അപ്പം അത്രയാണ് പരീക്ഷയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചില്ലായിരുന്നു. ആദ്യം പുള്ളി ആളുടെ ക്ലാസ് എടുത്തു. അത് അവസാനത്തെ ക്ലാസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ചോദ്യങ്ങളില്ല. നല്ല ക്ലൈമറ്റ്. അത് കഴിഞ്ഞിട്ട് ആൾ പരീക്ഷ നടത്തി. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ സെഷനൊക്കെ ആയിട്ടായിരുന്നു ക്ലാസ്സിൻ്റെ പരിപാടി. അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വരാണെങ്കിൽ ഈ വ്ളോഗ് ഇന്നത്തെ തീരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം. അറിയാൻ പാടില്ല. ആളോട് പറഞ്ഞപ്പോൾ ആൾ ഇന്ന് തന്നെ പറയാമെന്നാണ് പറഞ്ഞു. 1 അരമണിക്കൂർ മതി. ആളാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ്. അപ്പോൾ ആളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു തരാം എന്നാണ് ആൾ പറഞ്ഞത്. സോ നമുക്ക് കാത്തിരിക്കാൻ റിസൾട്ട് വരാൻ. എന്നുള്ള 0.001% ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് അടുത്ത ആഴ്ച കളിയൊന്നും നടക്കില്ല. അടുത്ത ആഴ്ചയൊക്കെ ഭീകരന്മാരും തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഇനി നമുക്ക് ഇന്ന് എന്താ ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകണം.
ഇന്ന് വലിയ ഓഫർ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഞാൻ മറന്നുപോയി. ബിദ്രോങ്ങയെ പോവാം. ബിദ്രോങ്ങയെ പോയിട്ട് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാം. അപ്പോഴേക്കും റിസൾട്ട് വരുമായിരിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് എനിക്കിപ്പോൾ ഒരു ലോഡ് എൻക്വയറീസ് വന്നിട്ടുണ്ട് വെറ്റിനറി മെഡിസിനെ ബേസ് ചെയ്തിട്ട്. എല്ലാവരോടും ഞാൻ ഒറ്റ കാര്യമേ പറയാറുള്ളൂ, നിങ്ങൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കോളേജിന് EAEVE ഈ അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. വായാൽ പറയുന്നതല്ല, വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിനകത്തുള്ള കോളേജിൽ പോയി പഠിക്കാൻ നോക്കുക. അതല്ലാത്ത പക്ഷം പഠിച്ചിറങ്ങിയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റും. ഇതെൻ്റെ ഒരു പേഴ്സണൽ ജീവിത അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്. അണ്ടർ പ്രോസസ്സിങ് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒന്നുമില്ല. ഈ സാധനം, അതായത് യൂറോപ്പിലെ ഏതൊരു വെറ്റിനറി കോളേജിലായാലും ഈ ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം പോയി പഠിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പലരും പല രീതിയിലൊക്കെ പറയും. എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടോ അവിടുത്തെ മാർക്ക് ട്രാൻസ്ക്രിപ്റ്റ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ടോ ഒന്നും നടപടിയാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ജാതി അവസ്ഥയാണ്. ഇപ്പോൾ നോക്കിയും കണ്ടും കോളേജ് ചൂസ് ചെയ്യുക. പിന്നെ ഇത്രയും കാശ് കുറവിന് അത്രയും മറ്റേ തേങ്ങാ മാങ്ങ കിട്ടുമെന്ന് വെച്ചാൽ നടക്കില്ല. യൂറോപ്യൻ യൂണിയനിൽ നിങ്ങൾ ഈ വെറ്റിനറി പഠിക്കാൻ കയറുന്നുണ്ടെങ്കിൽ തെറ്റില്ലാത്തൊരു കോളേജിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 7 ലക്ഷം പ്ലസ് വരും. കോളേജൊന്നും ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഏതൊക്കെ കോളേജിൽ ഈ പറയുന്ന അക്രഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ, യൂറോപ്പിൽ ഒന്ന് നിങ്ങൾ വെറ്റിനറി പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന് EAEVE അക്രഡിറ്റേഷൻ ഉണ്ടാകണം. അതല്ലാത്ത പക്ഷം പഠിച്ചിറങ്ങിയിട്ട് നോ യൂസ് കേട്ടല്ലോ. അതേപോലെ VCI വിദേശത്തൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതിന് പകരം വേറെ കുറേ സൊല്യൂഷൻസ് ഉണ്ട്, അതിപ്പോൾ പറയില്ല, പിന്നെ പറയാം. പിന്നെ നാട്ടിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ VCI അക്രഡിറ്റേഷൻ ഉണ്ടോ നോക്കാം, നിർബന്ധമാണ്. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്നാൽ കടയിൽ പോട്ടെ. ഇന്ന് കയറുമ്പോൾ തന്നെ ഓഫറിൻ്റെ പെരുമഴയാണ്. തക്കാളിക്ക് 4.99, മഷ്റൂം, മുന്തിരി ഒക്കെത്തിനോട് ഓഫറുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ സൂപ്പർ മാങ്ങ 9 സ്ലോട്ടി വേണ്ട, തണ്ണിമത്തൻ 6 സ്ലോട്ടി. കുറച്ചും കൂടി കഴിയട്ടെ, സമ്മർ ആകുമ്പോൾ നല്ല ഓഫറിന് കിട്ടും. കോളിഫ്ലവർ 6 സ്ലോട്ടി. പിന്നെ നമ്മുടെ യൂഷ്വൽ സാധനം അവിടെ ഇല്ല, വേണ്ട. തക്കാളി, വഴുതനങ്ങ ഇതൊന്നും വേണ്ട. ബ്രെഡ് വേണ്ട. ബ്രെഡ് വേണമെങ്കിൽ ഒരു പാക്കറ്റ് എടുക്കാം, ഗുണം ചെയ്യും. ചിക്കൻ വേണം, ഞാൻ അവസാനം വന്നെടുത്തോളാം. 4.99 കേട്ടോ. മാക്സിമം 4 കിലോ എടുക്കാൻ പറ്റുക. അതേപോലെ പോർക്ക് 6.99, അത് കൊള്ളാലോ, ഒന്നെടുക്കണം. പിന്നെ ഇവിടെ വേറെ ഓഫറൊന്നും ഞാൻ കാണുന്നില്ല. സ്മെത്താന വേണോ? സ്മെത്താന വേണ്ട. വേറെ എന്താ ആവശ്യമുള്ളതുള്ള സ്മെത്താന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീമാണ്. പിന്നെ ഇവിടെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് സ്ഥിരം എടുക്കുന്ന ചിക്കന് 10.99 വേണ്ട. വേറെ ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ പച്ചവെള്ളത്തിൻ്റെ വിലയാണ്. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ. സവോള വേണ്ട, ക്യാരറ്റിന് വേണ്ട, ഇത് വേണ്ട. ആപ്പിൾ ഓഫറിനുണ്ടോ? ആപ്പിൾ ഓഫറിനില്ല. കോഴിമുട്ട ഇല്ല. കോഴിമുട്ടൊക്കെ നമ്മുടെ ഡെയിലി യൂസിന് ആവശ്യമുള്ള സാധനം ഇല്ല. ഇതാണ് ഇന്നത്തെ ബിദ്രോങ്കയിലെ നിലപാടുകളല്ലല്ലോ, റേറ്റ്സ്. പുള്ളിക്കാരി സാധനങ്ങൾ മേടിക്കാൻ വന്നു, ഞാൻ ഇത്രയും സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബില്ലടിക്കട്ടെ, കുറച്ച് നേരം ഞങ്ങളൊന്ന് കത്തിയും വെക്കട്ടെ. ഞാൻ ശരിക്കും കൊടുക്കേണ്ടത് ഈ റേറ്റൊക്കെയാണ്, പക്ഷേ ഡിസ്കൗണ്ട് 38 സ്ലോട്ട് കിട്ടി, 33 സ്ലോട്ടി അവസാനം കൊടുത്താൽ മതി. ഇങ്ങനെയാണ് വരുന്നത്. 72 ടോട്ടൽ വന്നു, ഡിസ്കൗണ്ട് 38 പോയി, 33 കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓഫർ നോക്കി മേടിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ വി പ്ലേ ദ ഗെയിം. നിങ്ങളിന്ന് കണ്ടില്ല എനിക്ക് ഓഫർ എത്ര വന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സാധനം മേടിക്കുമ്പോൾ ഓഫർ നോക്കി മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ഓഫർ നോക്കി മേടിച്ചില്ലെങ്കിൽ, അഥവാ ഇതിന് ഓരോത്തിനും ഓരോ ഇത്ര എമൗണ്ട് മേടിച്ചാലാണ് ആ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സാധനങ്ങൾ. ഇപ്പോൾ പോർക്കാണെങ്കിൽ 2 കിലോ എടുത്താലാണ് ആ ഓഫർ. ആ 2 കിലോ 2 പാക്കറ്റിൽ എടുക്കണം. അപ്പം അങ്ങനെ ഓരോരോ ചെറിയ പരിപാടികളുണ്ട്, ഒക്കെ ശ്രദ്ധിച്ചെടുക്കുക. എനിക്കിപ്പോൾ വേറെ പോയിട്ട് തിരക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ നോക്കി അങ്ങോട്ട് എടുക്കുന്നു. ഒരു നല്ല കാര്യമാണല്ലോ. കയ്യിൽ നിന്ന് അത്രയും കാശ് കുറച്ച് പൊട്ടിയാൽ പോരെ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു കുടുംബം അങ്ങോട്ട് പോട്ടെ. ഇതായിട്ട് ഞാൻ പറഞ്ഞ മെയിൻ്റനൻസ് വർക്ക് അവിടെ നടക്കാറുണ്ട്. മരങ്ങളൊക്കെ വെട്ടി ക്ലീൻ ആക്കി പോകുന്നുണ്ട് ആൾക്കാർ. ഞാൻ പറയുന്നത് ക്ലിയർ ആവാനൊരു സാധ്യതയുമില്ല. ഇവിടുന്ന് മാറിയിട്ട് ഞാൻ പറയാം. ഇന്നും ട്രാമില്ല, ബസ് മാർഗം തന്നെയാണ് നമ്മുടെ പോക്ക് വരവ്. മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കണ്ടില്ലേ? ദിസ് ഈസ് ഹൗ വി പ്ലേ ദ ഗെയിം ഗൈസ്. നമ്മൾ ഓഫർ നോക്കുക, മേടിക്കുക. ചിലത് ഇത്ര എണ്ണത്തിൽ മേടിക്കുമ്പോഴാണ് ഓഫർ കിട്ടുക, ചിലത് ഇത്ര എടുത്താൽ ഓഫർ കിട്ടും, അങ്ങനെ. അപ്പോൾ ഓഫർ എങ്ങനെയാണോ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ് ചെയ്യുക. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇന്ന് മേടിച്ച പോർക്ക് എവിടെ പോയി പോളണ്ടിൽ നിന്ന് എവിടെ നിന്ന് മേടിച്ചാലും അത്ര റേറ്റിന് കിട്ടില്ല. പാലും അങ്ങനെയാണ്. ആ പാലിൻ്റെ നോർമൽ പ്രൈസ് 5 സ്ലോട്ടിയാണ്. ഇന്നിപ്പോൾ 4 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും 2 സ്ലോട്ടി വെച്ചിട്ട്. ഇതിന് പിന്നെ എക്സ്പയറിങ് കൂടുതലായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, ഇരുന്നോളും. അപ്പോൾ അങ്ങനെ പോയി. അതാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഷോപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി. നിങ്ങളും വരുമ്പോൾ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ കയ്യിൽ കുറച്ച് കാശിരിക്കും. പരമാവധി കാശ് കുറച്ച് പൊട്ടിച്ച് മാസം ഓടിച്ച് തീർക്കുന്നതിലാണല്ലോ നമ്മുടെ ഒരു ഇതിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സാണ്. മാസാവസാനം എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കാര്യം നടക്കും. എനിക്കുണ്ടാവാറില്ല. ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സന്തോഷ വാർത്തയായ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വന്നിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്ന ആ കുട്ടൻ. റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാസ്സായി, തെറ്റില്ലാത്ത മാർക്കുണ്ട്. ഭാഗ്യം. കാറ്റുവിനുണ്ടല്ലോ, ഭാഗ്യം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി തിരിച്ച് വീട്ടിൽ പോവുക. റിസൾട്ട് അത്രയും കിട്ടുമെന്ന് അതായത് പാസ്സാവുന്ന ഉറപ്പായിരുന്നു. മാർക്ക് അത്രയും കിട്ടുമെന്ന് വിചാരിച്ചല്ല. എനിക്ക് 5ൽ 4.5 കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മാർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ടോ അതിൽ നിന്ന് അവർ തന്നെ എന്തോ പോയിന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് 5ലേക്ക് ആക്കും. 3 പാസ്, 3 മേലിലേക്ക് നല്ല മാർക്ക്, 3 താഴേക്ക് ഫെയിൽ, അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. പക്ഷേ അതിൻ്റെ ഇടയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിക്ക് പോകേണ്ട ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പുതിയത്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് പരീക്ഷയുണ്ട്, പഠിക്കില്ല, പരീക്ഷ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞില്ലേ, സ്റ്റുഡിയോയിൽ ആവശ്യമുണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. പിന്നെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. 4 ലിറ്റർ പാലും 2 കിലോ പോർക്കും. പിന്നെ പോട്ടെ. അപ്പോൾ ശരി. അങ്ങനെ അവസാനം ഇന്നത്തെ യുദ്ധക്കളങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ അങ്കത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി പോവുക, ഫുഡ് ഉണ്ടാക്കുക. നാളെ ഒരു പ്രസൻറ്റേഷൻ പരിപാടി ഉണ്ട്, അതിൻ്റെ കാര്യം നോക്കുക, കിടന്നുറങ്ങുക. ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പോയി കുറേ നേരം അവിടെ കുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇങ്ങനെ കുറേ നേരം തലകുലുക്കി, ഇങ്ങനെ കുറേ നേരം തലകുലുക്കി, കുറച്ച് നേരം ചിരിച്ചു. അവസാനം കഴിഞ്ഞു. അവശതിയായി. കാലത്ത് ഇറങ്ങിയതല്ല, പിന്നെ ഉറക്കം പെൻഡിങ് ഉണ്ട് പരീക്ഷയുടെ ആ ഒരു മേളത്തിൻ്റെ. അത് തീർക്കണം, ഒക്കെ തീർക്കണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികൾ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ പോയത്. കാലത്ത് 7 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 8 മണി. വണ്ടർഫുൾ. അതിനിടയിൽ ഗംഭീര ഒരു മഴ പെയ്തു, പെട്ടു. ഇതിനിടയിൽ വെള്ളം കെട്ടി കിടക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ വണ്ടി മുന്നോട്ട് തന്നെ. അപ്പം ശരി, ബൈ ബൈ. വേറൊരു നല്ല വീഡിയോയിൽ കാണാം. ഇനിയൊന്നും എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശരിയായി. മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായിരുന്നു ഇന്ന് ജോലി സ്ഥലത്തെ കാര്യങ്ങൾ. ഒരു 7 മണിക്കൂർ അവിടെ പോയി കിട്ടി. അപ്പോൾ ശുഭം, ബൈ.